ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ഒരു പുതിയ ഭയങ്കര സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഈ വേൾഡിൽ കുറച്ചായി കളിക്കണത്. അതിൽ 2 പാർട്ട് ഞാൻ എടുത്തു ഗൈസ്. അതിൽ ഒരു പാർട്ട് ഞാൻ വേറൊരു ചാനലായിട്ടത് ചാനലിപ്പോൾ ഇടാൻ പറ്റണില്ല എനിക്ക്. പിന്നെ ഒരു വീഡിയോ ഞാൻ എടുത്തു, പക്ഷെ അതെൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. സോ ഇത് രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. സോ അതുകൊണ്ട് ഈ ചാനലിൽ ഫ്രഷ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഇത്രയും ചെയ്തത് എനിക്ക് കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഗൈസ് എന്നൊന്നും വിചാരിക്കരുത്. വീഡിയോ ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല ഈ വേൾഡിൽ. ഒരു വീടും ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു സോംബി ഫാം മറ്റേ സ്കെൽട്ടൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു ബ്രീഡർ ട്രേഡിങ് ഹാൾ, അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. എല്ലാം ചെറുതാണ്. ആകെ എനിക്ക് വലുതെന്ന് പറയാനുള്ളത് മറ്റേ സ്പോണ്ടർ മാത്രമല്ല, മറ്റേ എൻ്റെ പേര് ഞാൻ മറന്നു. സ്കെൽട്ടൺ ഫാമില്ലേ, അത് മാത്രമല്ല, XP ഫാം മാത്രമേ ഉള്ളൂ. അത് ഞാൻ പിന്നെ ആ ഡയമണ്ടൊക്കെ കിട്ടിയത് കാരണം അത്രയും ആക്കി വെച്ചെന്നുള്ളൂ. അതൊക്കെ എനിക്ക് കാണിക്കണമെന്നുണ്ടായി, പക്ഷേ ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല. സോ ഞാൻ എന്തായാലും ഇനി ഓരോന്നായിട്ട് കാണിച്ചു തരാൻ കഴിച്ചു നിങ്ങൾക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്ന വീടിൻ്റെ നേരെ കാണുന്നതാണ് നമ്മുടെ ബ്രീഡറും ട്രേഡിങ് ഹാളും. ഞാൻ രണ്ടുപേരും എനിക്ക് സെറ്റ് ചെയ്തേക്കണം. മാനുവലല്ല, അതായത് മാനുവലാണ്. അതായത് നമ്മൾ എത്ര ബെഡ് വയ്ക്കണോ അത്രയും ഇതേ വരുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കൊച്ചുങ്ങൾ. സോ അത്രയും ആൾക്കാരെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ തന്നെ പിന്നെ ഓരോന്ന് ബെഡ് വെച്ച് കുട്ടികളെ കിട്ടുള്ളൂ ഗൈസ്, ആൾക്കാരെ കിട്ടുള്ളൂ. കഷ്ടപ്പെടാൻ എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം സാധനങ്ങൾ ഞാൻ ഇതിൽ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മാത്രമല്ല ട്രേഡിങ് ഹാൾ, ഞാൻ ഇവിടെ വില്ലേജിൽ തന്നെ കുറേ എണ്ണത്തിന് ആക്കിയിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ ഇൻഫിനിറ്റിയിലല്ല ഗൈസ്, ആ മെൻഡിങ്ങും സിൽ ടച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വേറെ സ്ഥലത്തൊക്കെയാണ്. അവരെ ഞാൻ പിന്നെ കാണിച്ചു തരാം ഗൈസ്. അത് ഈ വില്ലേജിൽ തന്നെ വേറൊരു വീട്ടിൽ നേരത്തെ ഉണ്ടായ വില്ലേജ് പറഞ്ഞാൽ പിടിച്ചാക്കിയിട്ടുണ്ട്. വേറെ ഈ വില്ലേജ് പ്രത്യേകിച്ചില്ല. പിന്നെ മെൻഡിങ് നമുക്ക് ഈ വില്ലേജ് അല്ലാണ്ട് വേറൊരു വില്ലേജും കൂടി ഉണ്ട്, അവിടെയാണ് മെൻഡിങ് ഉള്ളത്. സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബ്രീഡർ. ഞാൻ കാണിച്ചു തരാം. ഇത്ര ഉള്ളൂ, ചെറുതാണ് ഗൈസ്. നമ്മൾ തന്നെയാണ് ഫുഡ് എടുക്കണത്. ഇവരങ്ങനെ ബ്രീഡൊന്നും ആവണില്ല. അതാണ് ആ ഫ്രണ്ടിൽ കാണുന്ന. ഇവിടെ നിന്ന് ഫുഡ് എടുക്കും, കുറച്ച് അവർക്ക് ഇട്ടുകൊടുക്കും, പിന്നെ ബാക്കിയുള്ള കാശിന് ട്രേഡ് ചെയ്യലാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പണി. പിന്നെ ഇത് നേരെ കാണുന്നതാണ് നമ്മുടെ XP ഫാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, കുറച്ചങ്ങോട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ XP ഫാം. എനിക്ക് വട്ടായിട്ട് കുറേയൊക്കെ ഉണ്ടാക്കിയതാണ് ഗൈസ്. എന്തൊക്കെയോ കാണിച്ചാണ് ഉണ്ടാക്കിയേക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്പോണറുള്ളത്. കാണാൻ പറ്റില്ല, ഇരുട്ടാണ്, കുഴപ്പമില്ല. പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അടിയിലേക്കാണ് നമ്മൾ അത്രയ്ക്കില്ല അടിയിലേക്ക്, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മൈൻഡ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഗുണം, നമുക്ക് കുറേ ഡയമണ്ട് കിട്ടി ഗൈസ് നമ്മളിൽ. പിന്നെ മറ്റേ മെൻഡിങ് ഫോർച്യൂണുള്ള കാരണം നമുക്ക് അത് കുറേ ആയിട്ട് കിട്ടി. എൻ്റെ കയ്യിൽ ഇനിയും 33 ഉണ്ട്. എൻ്റെ കയ്യിൽ 2 ഡയമണ്ട് പിക്കാസ് ഉണ്ട്. അതല്ലാണ്ടുള്ള ഇതാണ് ഡയമണ്ടാണ് ഈ 33. ഇവിടെയാണ് നമ്മളെ സ്കെൽട്ടൻസൊക്കെ വന്ന് വീഴുന്നത്. ഈ ഫാം ഞാൻ കുറച്ച് ടൈം എടുത്താണ് ഉണ്ടാക്കിയത്. കഷ്ടപ്പാടാണ്, പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഉണ്ടാക്കി. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നും പറയണില്ല. ആ എൻട്രൻസൊക്കെയാണ് നമ്മൾക്ക് ഒന്ന് ശരിയാക്കാനുള്ളത്. ബാക്കിയൊക്കെ സെറ്റാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, എൻ്റെ ഐഡിയ തന്നെയാണ്. പിന്നെ നമുക്കിനി ഇതിൽ കാണിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയ ബേസ്, പിന്നെ ഒരു വില്ലേജും കൂടിയാണ്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മുടെ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇവിടെ വെച്ച ആദ്യത്തെ വീട്. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നമ്മൾ കാണുമ്പോൾ മരത്തിൻ്റെ അപ്പുറത്തുണ്ട്. സോ ഈ 2 വില്ലേജും നമ്മുടെ സ്പോണിൽ നിന്ന് നമ്മളെ റെൻഡർ ഡിസ്റ്റൻസ് ഫുള്ളിട്ടൊക്കെ കാണാൻ പറ്റും, അത്രയ്ക്കും അടുത്താണ്. പിന്നെ ഈ വില്ലേജ് കുറച്ചങ്ങോട്ട് പോകണം, പക്ഷേ മറ്റേ വില്ലേജ് ഭയങ്കര അടുത്താണ് ഗൈസ്, നമുക്ക് പെട്ടെന്ന് എത്താം. സോ ഞാൻ ഇവിടെ ആദ്യം ബ്രീഡറും ട്രേഡിങ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. ഇവിടുത്തെ എല്ലാ വില്ലേജുകളും ചത്ത്, പിന്നെ 2-3 ഉള്ളൂ. പിന്നെ എനിക്ക് മടിയായി ഇവിടെ ചെയ്യാൻ. ഇത് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി അത്യാവശ്യം സെറ്റാക്കി, ബ്രീഡറും സെറ്റാക്കി, കുഞ്ഞുങ്ങൾ വന്ന്. പക്ഷേ ആ കുഞ്ഞുങ്ങളെയും ബ്രീഡ് ചെയ്യാനായിട്ട് ആൾക്കാരെയും സോംബിയായി. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് മടുത്ത്, ഈ വില്ലേജ് മടുത്തിട്ട് ഞാൻ ആ വില്ലേജിൽ പോയി ഉണ്ടാക്കി. അങ്ങനെ ആ വില്ലേജിലാണ് ഇപ്പോൾ നമ്മുടെ ട്രേഡിങ് ഹാളും ബ്രീഡറൊക്കെ. പിന്നെ ആ സ്പോണർ ഞാൻ മറ്റേ ചങ്ക് ബേസ് നോക്കിയിട്ടാണ് ഗൈസ് കണ്ടുപിടിച്ചത്. അല്ലാണ്ട് എനിക്ക് റാൻഡമായിട്ട് കിട്ടിയതല്ലേ. ഞാൻ കുറേ നോക്കി ഈ വേൾഡിൽ, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഞാൻ അങ്ങനെ തപ്പി കിട്ടിയതാണ്, സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. വേറൊന്നും ഞാൻ നോക്കിയിട്ടില്ല. സോ ഇതാണ് നമ്മുടെ വീട്. അധികമൊന്നും പണി ചെയ്തിട്ടില്ല, ഞാൻ യൂട്യൂബൊക്കെയാണ് ഉണ്ടാക്കിയത്.
കുഴപ്പമില്ല. അത്യാവശ്യം യൂട്യൂബിൽ നോക്കിയ വുഡൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് അവർ ഫിൽറ്റർ ഇട്ട് ചെയ്ത് തന്നെ നമുക്ക് മര്യാദയ്ക്ക് മനസ്സിലായിട്ടില്ല. ഫിൽറ്ററല്ല, ഷെയ്ഡർ ഇട്ട് തന്നെ നമുക്ക് മര്യാദയ്ക്ക് അങ്ങോട്ട് മീൻസ് അവർക്ക് കിട്ടണ പോലെ നമുക്ക് കിട്ടിയില്ല. അത്ര ഉള്ള വ്യത്യാസം, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. മുകളിൽ ഞാൻ സ്റ്റോറേജ് സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഒന്നുമില്ല അതിലിടാൻ. പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുപോയി നിറച്ചിടാം. അടുത്ത വീഡിയോയിലാകുമ്പോഴേക്കും ഒക്കെ നിറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. എന്തായാലും അടുത്ത വീഡിയോ ഇനി കുറച്ച് നാളെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഗൈസ്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വില്ലേജ്. ഇവിടെ ഒന്നുമില്ല. ആ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ബ്രീഡർ ഉണ്ടാക്കിയത്. പിന്നെ ഈ നമ്മളിപ്പോൾ നിൽക്കണ വീടിൻ്റെ അടിയിൽ കിഡിലെ ഒരു കേവ് ഉണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെയാണ് ഇപ്പം മൈനിങ്ങിന് പോയിട്ടാണ് ഈ വീട് ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് കളക്ട് ചെയ്തത്. സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കിടിലൻ കേവാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും കിടിലൻ ബിൽഡൊക്കെ കൊണ്ടുവരണം. സോ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത ഇതൊട്ട് നമുക്ക് സെറ്റാക്കാൻ വീഡിയോസൊക്കെ ഞാൻ മര്യാദയ്ക്ക് എടുത്തോളാം. ആ 2 വീഡിയോ ഒന്ന് വിട്ടോളാം ഗൈസ്. കുഴപ്പമില്ല. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.